പതിവിലും നേരത്തെ എഴുന്നേറ്റൊരു ദിവസമായിരുന്നേ ഇന്ന്. രാവിലെ 6 മണി ആയിരുന്നപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു. ഞങ്ങളിന്ന് ഒരു 7:30 ആകുമ്പോഴേക്കും അമ്പലത്തിൽ പോകാൻ നിൽക്കുവാണ്. കുടുംബക്ഷേത്രത്തിലേക്ക്, കടയ്ക്കാവൂരാണ് കേട്ടോ. അപ്പോൾ ഒരുങ്ങി റെഡിയായി ഞങ്ങൾ ഇറങ്ങി. അപ്പോഴേക്കും ജോലിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പണിയൊക്കെ ഇപ്പോഴും തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 7:30 ആയപ്പോഴേക്കും ഓട്ടോ വന്നിട്ടുണ്ട്. അമ്മയും ചേച്ചിയും പിള്ളേരും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. കുടുംബക്ഷേത്രം കടയ്ക്കാവൂർ ആയൻ്റെകുളം ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രമാണ്. കുറച്ച് അകലെയാണ് കേട്ടോ. കുറച്ച് ദൂരം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ അങ്ങനെ പോകാൻ മിക്കപ്പോഴും മടിക്കാറുണ്ട്. കുടുംബക്ഷേത്രമാണ്, മാസം തോറുമൊക്കെ പോവേണ്ടിയതാണ്. എന്നാലും അതങ്ങ് മുടങ്ങിപ്പോവും. സാധാരണ അണ്ണം വരുമ്പോഴോ അഭിയേട്ടൻ വരുമ്പോഴൊക്കെയാണ് ഞങ്ങൾ പോകാറ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങളങ്ങ് ഇറങ്ങി. ഇനി മാസം തോറും പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ 8 മണി കഴിഞ്ഞപ്പോഴേക്കും അമ്പലം എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ തന്നെ അവിടെ എപ്പോഴും അവിടെ ആൾ തന്നെയാണ്. രാവിലെ ചെന്നാലും വൈകിട്ട് ചെന്നാലും നല്ല ആളായിരിക്കും. അപ്പോൾ അമ്പലത്തിലേക്കുള്ള ചന്ദനത്തിരിയും പൂമാലയൊക്കെ മേടിച്ച് ഞങ്ങളിനി അകത്തോട്ട് പോകാൻ പോവാണ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്തോണേ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയ ശേഷം നമ്മുടെ ക്ഷേത്രക്കുളം കണ്ടു. നിറയെ മീനുണ്ട്. മുൻപ് ഞാൻ ചെറുതിലേ ഇവിടെ ചേച്ചി, ഞാനും ചേട്ടനും അമ്മയൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ സ്ഥാനത്തല്ലായിരുന്നു കേട്ടോ ക്ഷേത്രക്കുളം. എതിർവശത്തായിരുന്നു, ഓപ്പോസിറ്റ് സൈഡായിരുന്നു. അന്ന് ഇത്രയും വലിയ കുളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വിപുലീകരിച്ചു. ഇത് ഞങ്ങളുടെ അമ്പലത്തിലെ സർപ്പഗന്ധിയാണ്. ഇത് കറക്റ്റ് ഈ പൂ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സർപ്പത്തിൻ്റെ ഫണം പോലെ തോന്നും. ഞാൻ മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഭയങ്കര ഭംഗിയാണ് പൂ കാണാനായിട്ട്. ഞാൻ അന്ന് ആദ്യമായിട്ടായിരുന്നു കേട്ടോ അത് കാണുന്നത്. പിന്നെ അവിടെ കഞ്ഞിസദ്യ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെയും നേർച്ചയാണ് കേട്ടോ കഞ്ഞിസദ്യയൊക്കെ. അങ്ങനെ തൊഴുതിറങ്ങിയ ശേഷം ഞങ്ങൾ കഞ്ഞിസദ്യയൊക്കെ കുടിച്ചു. പിന്നെ 2 ദിവസം മുന്നേ ഋഷിയോടത്തും മറ്റവന്മാരടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി മസാല ദോശ കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പാലച്ചിറയുള്ള ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് ശ്രീ വിനായക ഭവനിൽ കയറി. പ്യുവർ വെജിറ്റേറിയനാണ്. അവിടെ കയറിയിട്ട് ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ പോവാണ്. കഴിഞ്ഞ സൺഡേ എന്തോ ആയിരുന്നു അവിടെ ഇനാഗുറേഷൻ. പുതിയ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, സൂപ്പർ ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ അവർ അപ്പോഴപ്പോഴും ചൂട് ഫുഡാണ് തരുന്നത് കേട്ടോ. നമുക്ക് മനസ്സിലാവും അത് അവർ അപ്പോൾ തന്നെ ഉണ്ടാക്കിയ ഫുഡാണ്. നല്ല ചൂടുണ്ടായിരുന്നു. ദോശയ്ക്കായാലും ചട്നിയൊക്കെ വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ വർക്കല ബീച്ചിൻ്റെ ഒരു അടിപൊളി ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നേ. നല്ല രസമായിരുന്നു. കാരണം നമ്മൾ അവിടെ നിൽക്കുന്നൊരു ഫീൽ കിട്ടും. ഞങ്ങൾ നേരത്തെ കഞ്ഞി കുടിച്ചായിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര വിശപ്പില്ല. പിന്നെ ഇവന്മാരുടെ വാശികാരനെ കയറിയതാണ്. പിന്നെ മസാല ദോശയല്ലേ ചൂടോടെ ഒന്ന് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു. എനിക്ക് ഋഷിക്കും കൂടെ അത് മതി. പിന്നെ ചേച്ചി മസാല ദോശ അല്ല, പ്ലെയിൻ ദോശ. പിന്നെ അമ്മ മസാല ദോശ, കൃഷ്ണൻ പ്ലെയിൻ ദോശ. അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഒന്നും പറയാനില്ല, ചട്നിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ക്രിസ്പി വടയൊക്കെ ഇല്ലേ, അയ്യോ പൊളിയായിരുന്നേ. നമുക്കിപ്പോൾ ഇവിടെ കല്ലമ്പലത്ത് പിന്നെ അല്ലാണ്ട് വർക്കല അങ്ങനെയൊക്കെയാണ് മസാല ദോശ ഈ പ്യുവർ വെജിറ്റേറിയൻ കടകൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ട് കുറച്ചുകൂടി ഉപകാരമായി. നമുക്കിപ്പോൾ വൈകിട്ടൊക്കെ വേണമെങ്കിലും ഒന്ന് സ്കൂട്ടി എടുത്ത് പോയി മേടിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ, അടുത്തായതുകൊണ്ട്. അങ്ങനെ അപ്പോൾ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു, മനസ്സ് നിറയെ തൊഴുതു. ഞങ്ങളിനി വീട്ടിലേക്ക് പോവാണ്. ഇനി എല്ലാ മാസവും പോകണമെന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റാ.